ചേട്ടാ, കുറേ നാളുകൾക്ക് ശേഷം നിയമസഭ ഒന്ന് കളറായിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ സംസാരങ്ങൾ കൊണ്ട് നിയമസഭയെ കീഴടക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നിയമസഭാ സമ്മേളനം, ഈ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ ഒരു വലിയ മുഖമായി മാറാൻ പോകുന്ന, അല്ലെങ്കിൽ നിയമസഭയെ കയ്യിലെടുക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും? നമ്മളിപ്പോഴത്തെ കേരളം നിയമസഭ തെരഞ്ഞെടുത്ത് വന്ന 140 അംഗങ്ങൾ ഇരിപ്പുണ്ട്. ഈ അംഗങ്ങളിൽ പലരും പരിചിത മുഖമാണ്, പലരും പുതുമുഖങ്ങളാണ്. പക്ഷേ പുതുമുഖങ്ങളായി വന്ന പലരും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നവരുമുണ്ട്. ഈ നിയമസഭയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ പഠിച്ച് വിശദമായി പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 25 വർഷത്തെ നിയമസഭാ സാമാജികനായുള്ള പ്രവർത്തനം, നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും തിളങ്ങിയിരുന്ന യുവ MLA ആയിരുന്നു ആ സതീശനായിരുന്നു. അതുപോലെ തന്നെ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചും നിയമസഭകളിലെ നടപടിക്രമങ്ങളിലും ചർച്ചകളിലും എല്ലാം പങ്കെടുക്കുകയും കൃത്യമായി ചട്ടങ്ങൾ പഠിക്കുകയും ചട്ടങ്ങൾ അനുസരിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു വി.ഡി. സതീശൻ. നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ സംസ്ഥാന ഭരിച്ചിരുന്ന പിണറായി സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇഴകീറിയാണ് നിയമസഭയിൽ സതീശൻ പരിശോധിച്ചിരുന്നതും വെളിവാക്കിയിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ എടുക്കാം. ഈ ധവളപത്രം വെക്കുന്നതുമായി മുന്നോട്ട് വെച്ച പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു വിയോജനക്കുറിപ്പ്, അതിന് കൃത്യമായ ഭാഷയിൽ മറുപടി നൽകുന്നു. കൃത്യമായി അതിന് കാരണ സഹിതം അത് വിശദീകരിക്കുന്നു. എത്രത്തോളം സംസ്ഥാനം കടക്കണിയിലാണെന്നുള്ള കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിനു മുമ്പുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും നിയമന നിരോധനത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അതിനും കൃത്യമായ മറുപടി, മുൻ സർക്കാരുകൾ എന്തെല്ലാം ചെയ്തു എന്നെല്ലാം പറയുന്ന കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണുള്ളത്. നമ്മൾ പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുണ്ട്. അത്തരം രാഷ്ട്രീയമായി നിൽക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയമായി വളരെ വർഷത്തെ അനുഭവ പരിചയമുള്ള ഒരാളാണ്. പക്ഷെ എന്നിരുന്നാലും സതീശൻ പെർഫോം ചെയ്യുന്ന അത്രയും പിണറായി വിജയൻ പെർഫോം ചെയ്യുമോ എന്നുള്ളതും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തും പ്രതിപക്ഷത്തും പിണറായി വിജയൻ ഇരിക്കുന്നത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയെന്നുള്ളത് പെർഫോമൻസ് കണ്ടു തന്നെ അറിയാം. ഇത് വളരെ സീനിയറായ നേതാക്കളുടെ കാര്യം. നമ്മൾ മുമ്പത്തെ നിയമസഭകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യുവ MLA-മാരും നന്നായി പെർഫോം ചെയ്യുന്ന MLA-മാരും CPM പക്ഷത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് വരുന്ന ഒരു കാഴ്ചയാണ് മുമ്പ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴത്തെ സഭ നോക്കി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം VP സജീന്ദ്രൻ, നമ്മുടെ VP സജീന്ദ്രൻ, അതേപോലെ തന്നെ CR മഹേഷ്, ഇവരാരും ആദ്യമായിട്ട് സഭയിൽ വരുന്നവരല്ല. ഇവരെല്ലാം പെർഫോമൻസ്, അവരുടെ ഈ പ്രസംഗങ്ങൾ എത്രമാത്രം പ്രതിപക്ഷത്തെ നോവിക്കുന്നതാണ് എന്നുള്ളത് മാത്രം ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കണ്ടാൽ മാത്രം. എനിക്ക് സജീന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ സമ്മേളനം എടുത്ത് നോക്കുകയാണെങ്കിൽ മന്ത്രിമാരെ മുഴുവൻ തൂക്കി. ഞാനാണെങ്കിൽ കണ്ട് ചിരിച്ച് വയ്യാണ്ടായി ആ രീതിയിൽ. അതേപോലെ തന്നെ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ, KM ഷാജിയുടെ ഒരു സംസാരമുണ്ട്. അതായത് UDF വിജയിച്ചതിന് ശേഷം നമ്മുടെ VP അബ്ദുൾ റഷീദ് മത്സരിച്ച് 5ാമത്തെ റൗണ്ട് വരെ പിണറായി വിജയനെ ആ ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ റഷീദ് മാധ്യമങ്ങളോട് പറയുന്ന സാധനമാണ്. KM ഷാജി വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എന്താടാ കാണിക്കുന്നത്, പിണറായി വിജയനെ നമുക്ക് അതിനകത്ത് വേണം, നീ തോപ്പിച്ചൊന്നും കളയല്ലേ. ആ പറയുന്ന ഡയലോഗും വെച്ചുകൊണ്ട് ഒരു സാധനം പിണറായി വിജയൻ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇതിനായിരുന്നല്ലേ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ അകത്ത് വേണമെന്ന് KM ഷാജി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ട്രോളുകൾ പരിഹസിച്ച് ഇല്ലാതാക്കുക. അതായിരുന്നു ആ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയത്തിലുള്ള ചർച്ചയിൽ VP സജീന്ദ്രൻ ചെയ്തത്. ലഭിച്ച അവസരത്തെ കൃത്യമായി ഉപയോഗിച്ച ഒരു MLA, അതാണ് സജീന്ദ്രന് കൊടുക്കേണ്ടത്. കാരണം പുള്ളി അത് ആദ്യമായിട്ട് സഭയിൽ എത്തുന്ന ആളല്ല, പുള്ളിക്ക് നിയമസഭ സാമാജികനായിരുന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം സജീന്ദ്രന്റെ ഒരു മാസ് പ്രസംഗം തന്നെയായിരുന്നു, ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് CR മഹേഷ്, കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള CR മഹേഷ് സർക്കാരിനെയും അല്ലെങ്കിൽ CPM-നെയും പ്രതിപക്ഷത്തെയും ട്രോളുന്നതിന് ഒപ്പം തന്നെ CPM മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച KT ജലീലിനെയും കൃത്യമായി വിമർശിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ MLA-മാരിൽ നിന്ന് നമുക്ക് വളരെ പ്രതീക്ഷകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ കൃത്യമായി നിയമവശങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. കാരണം പ്രതിപക്ഷത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്, മാസപ്പടി എന്ന് പറയുന്ന ആരോപണം സഭയിൽ ആദ്യമായി ഉന്നയിച്ചത്
മാത്യു കുഴൽനാടൻ. അവിടെ തന്നെ ഉണ്ടായിരുന്നു പിണറായി വേഴ്സസ് മാത്യു കുഴൽനാടൻ. കൃത്യമായി പിണറായി അതിൽ വളരെയധികം വൈകാരികമാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അതിന് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തുള്ള മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നല്ലൊരു ശബ്ദമായി ഉയർന്നു വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പി കെ ഫിറോസ് ആദ്യമായി നിയമസഭയിൽ എത്തുകയാണെങ്കിൽ പോലും യൂത്ത് ലീഗ് നേതാവായിരുന്നു. അതുപോലെ ചാനൽ ചർച്ചകളിലും കൃത്യമായി നിലപാടുകൾ പഠിച്ചു പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പി കെ ഫിറോസും നിയമസഭയിൽ ടീമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, പി കെ ഫിറോസ്, വി ടി ബൽറാം, അങ്ങനെ ചാണ്ടി അങ്ങനെ തുടങ്ങിയ ഒരു ടീം UDF ഒരു സന്തതികളായിരുന്നു അവരെല്ലാം. അതെ. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന മുഖങ്ങളായുണ്ട്. ഇപ്പൊ വി ടി ബൽറാമിന്റെ കാര്യമുണ്ട്. വി ടി ബൽറാമും രണ്ടാമത്തെ തവണയാണ് തൃത്താലയെന്ന് ജയിച്ചു വരുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരാളാണ്. ഇതാണ് ഭരണപക്ഷത്തിന്റെ കാര്യം. ഇപ്പൊ പ്രതിപക്ഷത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്താണ് ഏറെ പ്രശ്നമുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ആകെ 35 പേരാണുള്ളത്. അതിൽ 26 പേർ CPM നിന്ന്, 8 പേർ CPI, ഒരു RJD അംഗം. ഇങ്ങനെയാണ് ജയിച്ചു വന്നത്. MV ശ്രേയാംസ്കുമാറിന്റെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പ്രവീൺ. അപ്പൊ ഇവരിലെല്ലാം തന്നെ എത്ര പേർ പെർഫോം ചെയ്യും എന്ന് നോക്കിയാൽ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിയാൽ മതി. കാരണം എല്ലാ കാര്യത്തിനും ഇപ്പൊ KN ബാലഗോപാലാണ് ലീഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ്. കാരണം ആദ്യത്തെ ദിവസം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് വിലക്കയറ്റം വിഷയം കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് KN ബാലഗോപാലായിരുന്നു. അത് മുൻകാല ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കൂടി കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ടും വിശദമായി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടുമാണ്. പിന്നെ അതിനുശേഷം നടന്ന ഈ ക്രമപ്രശ്നം ഉന്നയിച്ചതും KN ബാലഗോപാൽ. ഇതിൽ പിന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇടപെടുന്നു. ഇതിനുശേഷം ഇനി ആരൊക്കെ ഇടപെടും എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. കെ രാജന്റെ പ്രസംഗം മികച്ചതായിരുന്നു, കൃത്യമായി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അല്ലാതെ യുവനിരയിൽ നിന്ന് അത്രത്തോളം മികച്ച പെർഫോമൻസ് CPM MLA-മാരിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങൾക്ക് അടുത്ത് നിന്ന് അറിയാം. കാരണം സേവിയർ ചിറ്റിലപ്പള്ളിയുണ്ട്, അതുപോലെ തന്നെ മാവേലിക്കര അരുൺ ഉണ്ട്. പക്ഷെ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം ജയിച്ചു വന്നപ്പോൾ ഭരണപക്ഷത്ത് വരുന്നവരാണ്. അവർക്ക് പ്രതിപക്ഷത്തിരുന്നുള്ള എക്സ്പീരിയൻസ് ഇത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ CPM നിരയിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതിനകത്താണെങ്കിൽ നമ്മൾ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് ഏറ്റവും കൂടുതലും അടുത്തറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം പിഷാരടിയെ പോലെ സ്റ്റേജ് ഷോയിലൂടെ വന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടികൾ പലപ്പോഴും കുറിക്കൊള്ളുന്ന മറുപടികളാണുള്ളത്. അതേപോലെ തന്നെ ഫാത്തിമ തഹരിയ, അതും പുതുമുഖമാണെങ്കിൽ പോലും അത്യാവശ്യം നാട്ടിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന മുഖങ്ങളാണ്. അതേപോലെ PK നവാസ് ഉണ്ട് മുസ്ലിം ലീഗിൽ നിന്നും. ഇപ്പോൾ UDF-ലേക്ക് വരികയാണെങ്കിൽ UDF-ൽ നിറയെ പേരെടുത്ത് തക്ക പറയുന്ന വിധത്തിൽ ഒരുപാട് നേതാക്കന്മാരാണ്. ഇപ്പോൾ ഏത് ജില്ലയിൽ നിന്ന് പറയുന്നതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. തിരുവനന്തപുരത്തു നിന്നുണ്ട്, കൊല്ലത്തുനിന്നുണ്ട്, എറണാകുളത്താണെങ്കിൽ 14 ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കോഴിക്കോട് ഇഷ്ടംപോലെ നേതാക്കന്മാരാണ്. KM അഭിജിത്തിനെ പോലുള്ള KSUവിന്റെ നേതാക്കന്മാരുണ്ട്, VT സൂരജ് ഉണ്ട്, AD തോമസ് ഉണ്ട്. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളുടെ നമ്മൾക്കറിയാവുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും നയിച്ചിരുന്ന ഒരുപാട് ആളുകൾ നിയമസഭയിലുണ്ട്. ഇനി ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നായിരിക്കും കേരള ജനത വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തന്നെ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല, അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സജീന്ദ്രൻ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ വിഷയങ്ങൾ പഠിച്ചു പറയുന്ന ഒരുപാട് ആളുണ്ട്. ഇപ്പോൾ ഇതിൽ ഇവരെല്ലാവരും തന്നെ ചാനലുകളിലൂടെ ചാനൽ ചർച്ചകൾ നടത്തി ഈ വിഷയങ്ങളെ കുറിച്ച് എത്രത്തോളം പഠിച്ചു പറയാൻ കഴിയും എന്ന് കാണിച്ചവരാണ്. പക്ഷെ നിയമസഭയിൽ വരുമ്പോൾ അത് ചാനൽ ചർച്ചയല്ല നിയമസഭ. അവിടെ ചട്ടങ്ങൾ അറിയണം, നടപടിക്രമങ്ങൾ പഠിക്കണം, ചട്ടങ്ങൾ പഠിക്കണം, ഇതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇതിനനുസരിച്ച് എത്ര പേർ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം നമ്മൾ പറയാൻ വിട്ടുപോയ അബിൻ വർക്കി 8 മിനിറ്റ് പ്രസംഗം ഗംഭീര പ്രസംഗമായിരുന്നു. ആ ഒരു പ്രസംഗത്തിലൂടെ പറയേണ്ടവരെയും ട്രോളേണ്ടവരെയും മുഴുവൻ ട്രോളിയിട്ടാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണം. ഈ ചട്ടങ്ങൾ എവിടെ ഏത് സമയത്ത് ഉന്നയിക്കണം എന്ന് പഠിക്കണം. കാരണം നമ്മൾ ഇതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കഴിഞ്ഞ ദിവസം BJP MLA ആയ V മുരളീധരൻ മുരളീധരനാണ് ചട്ടം 303 ഉന്നയിച്ച ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് ആ വാക്കൌട്ട് സമയത്ത് ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ള ചട്ടവും അതിന്റെ കീഴ്വഴക്കവും അറിയണം. ഈ നിയമസഭ എന്ന് പറയുന്ന സംവിധാനം എപ്പോഴും പോകുന്നത് ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അനുസരിച്ചാണ്. അതിലൊരു എക്സ്പീരിയൻസ് നേടുക, അതിനെക്കുറിച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അത് പഠിച്ചാൽ ഇവരിൽ പലർക്കും പെർഫോം ചെയ്യാൻ പറ്റും. ഇവരെല്ലാം
പൊതുവേദിയിൽ നിന്ന് കൃത്യമായ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ചാനൽ ചർച്ചകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണ്, പുറത്ത് പ്രസംഗിക്കുമ്പോഴും അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു പറയുന്നവരാണ്. അവർ ഈ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്, സഭയിൽ ഭരണപക്ഷത്തിന് നല്ലൊരു മെന്ററാണുള്ളത്. ഇതെല്ലാം ഗംഭീരമായി അറിയാന്നുള്ള വി ഡി സതീശൻ അവിടെ ഇരിപ്പുണ്ട്. ഇതിലെല്ലാത്തിലും ഇടപെടാൻ കഴിയുന്ന കുഞ്ഞാലിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അത്തരം മുതിർന്ന നേതാക്കളുടെ എക്സ്പീരിയൻസ് കൂടി ഇവർക്ക് ഉപയോഗിക്കാം. അത് മാത്രമല്ല, നമ്മൾ വിട്ടുപോയ മറ്റൊരാളുണ്ട്. ഈ നിയമസഭയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയാൻ കഴിയുന്നത് സ്പീക്കർ തന്നെയാണ്. സ്പീക്കർ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം അദ്ദേഹം ആദ്യമേ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്പീക്കർ ആക്കുന്നു എന്ന് പറയുമ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രോളുകളായിരുന്നു. ഏതാ നമ്മുടെ പഴയ നസ്രിയ നസീം, അങ്ങനെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ നാക്കുപിഴകൾ അതെടുത്തു വെച്ച് അദ്ദേഹത്തിന് അലക്കുമായിരുന്നു. ഇനി എന്റർടൈൻമെന്റ് ആയിരിക്കും നിയമസഭയിൽ കാണാൻ പോകുന്നത്, സ്പീക്കറുടെ നാക്കുപിഴ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ നിയമവശങ്ങളും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും സമയം കൊടുക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അതെ, കൃത്യമായിട്ട്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് വർഷങ്ങളായി നമ്മുടെ മുന്നിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സൗമ്യമായ പ്രവർത്തന ശൈലി അത് തന്നെയാണ് സ്പീക്കർ ആയപ്പോഴും രസകരമായുള്ള സംസാരം. അത് തന്നെ സൗമ്യമായി എന്നാൽ ചട്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാൾ, സർക്കാരിന് എന്താണോ വേണ്ടത് അത് കൃത്യമായി ചെയ്യുന്ന ഒരാൾ. കാരണം ഈ മുരളീധരനെ തിരുത്തി, അതുപോലെ തന്നെ ചാത്തന്നൂർ MLA വന്ന BJP ഗോപകുമാറിന്റെ ആദ്യ പ്രസംഗം എന്ന നിലയിൽ വാക്കൌട്ടിൽ അല്പനേരം സംസാരിക്കാൻ സമയം അനുവദിച്ചു. അതൊരു ഉദാരപരമായ സമീപനമാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇതൊരു കീഴ്വഴക്കമല്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ധവളപത്രം ഉന്നയിക്കുന്ന സമയത്ത് ക്രമപ്രശ്നം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ആ ക്രമപ്രശ്നത്തിന് മുന്നേ സർക്കാർ എന്താണോ ആഗ്രഹിച്ചത് ധവളപത്രം മേശപ്പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി സ്പീക്കർ എന്നുള്ള നിലയിൽ ഇടപെട്ട് അത് നടത്തിച്ചു. അതിനുശേഷമാണ് ഈ ക്രമപ്രശ്നത്തിലേക്കും അതുപോലെ വിയോജനക്കുറിപ്പിലേക്കും പോയത്. അത് സർക്കാർ എന്താണോ വേണ്ടത് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നിയമസഭാ എക്സ്പീരിയൻസിന്റെയും രീതിയിൽ കൃത്യമായി നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ രസകരമായ ഒരു സഭാ സമ്മേളനമാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, കൃത്യമായ മറുപടികൾ, അല്ലെങ്കിൽ കേട്ട് മിണ്ടാതിരിക്കുന്നതിൽ നിന്ന് കൃത്യമായി കുറിക്കൊള്ളുന്ന മറുപടി കൊടുക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ക്രിയാത്മകമാകും, വിഷയങ്ങൾ കൂടുതൽ വരും. നമ്മളെ പോലെ രാഷ്ട്രീയം നോക്കി കാണുന്ന ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറി. അതെ. കാരണം നിയമസഭ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉയർന്നു വരേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ആയ സ്ഥലമാണ്. അപ്പൊ അവിടെ നടക്കുന്ന ചർച്ചകൾ, അതിന് ഭരണാധികാരികൾ നൽകുന്ന മറുപടികൾ, അതിന് ഭയങ്കര വാല്യൂ ആണുള്ളത്, വളരെ വലിയ വാല്യൂ ഉണ്ട്. അതിലേക്ക് വേണ്ട ആരോഗ്യകരമായ ചർച്ചകൾ നടക്കും എന്നുള്ള സൂചനയാണ് ആദ്യത്തെ ദിവസങ്ങൾ കിട്ടുന്നത്. അതേപോലെ തന്നെ നിയമസഭയിൽ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ മുഖങ്ങളുണ്ടാവും. ഇപ്പൊ ഷാഫി പറമ്പിൽ, സ്വരാജ്, അതേപോലുള്ള കുറേ മുഖങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തീപ്പൊരി പ്രസംഗങ്ങൾ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ M സ്വരാജൊക്കെ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ കുറച്ചേരം ഇരുന്ന് കേൾക്കും എന്താണ് സ്വരാജിന് പറയാനുള്ളത്. ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊരു കാര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോലും കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാണത്തില്ല. ഇവര് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന രീതിയിലാണ്. പക്ഷെ സ്വരാജൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു ഓളത്തിൽ പോകുമ്പോൾ നമ്മൾ കേട്ടിരിക്കുക എന്താണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്, ആരെയായിരിക്കും പറയാൻ പോകുന്നത്. ഷാഫി പറമ്പിലൊക്കെ അതേപോലെ നമ്മൾ ആഗ്രഹിച്ച മുഖങ്ങളാണ്. അതിപ്പം അത് രാഹുൽ പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 102 പേര് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ മറ്റേ കോൺഗ്രസ് UDF അല്ലെങ്കിൽ ഭരണപക്ഷ നിരയിൽ ഒരു മിസ്സിങ്ങിന്റെ സ്പേസ് തോന്നാത്തത്. പക്ഷെ അങ്ങനെ അവിടെ മിസ്സിംഗ് ആയ കുറെ ആൾക്കാരുണ്ട്, അത് തന്നെ. പക്ഷെ പ്രതിപക്ഷത്ത് സ്വരാജിനെ പോലൊരു നേതാവ്, ഒരു MLA ഉണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. കാരണം നിയമസഭയിൽ ഇത്ര വ്യക്തതയോടെയും കൃത്യതയോടെയും കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അവതരിപ്പിച്ചിരുന്ന ഒരു യുവ MLA ആയിരുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത്. കാരണം 19 സീറ്റ് ലോക്സഭയിലും തോറ്റ് അത്രത്തോളം നാണം കെട്ട് നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിയെയും ആ പാർട്ടിയിലെ അണികളെയും അതുപോലെ വിമർശകർക്ക് എല്ലാമുള്ള ഒരു മറുപടിയുമായ ഒരു നിയമസഭാ പ്രസംഗം സ്വരാജ് നടത്തിയിട്ടുണ്ട്. അല്ല, അതായത് CPM-ന്റെ സൈബർ അണികൾക്ക് സ്റ്റാറ്റസിനാണെങ്കിൽ ഒരു വകയുണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം സംസാര ശൈലിയിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തന്നെ. പക്ഷെ ഇപ്പൊ നിയമസഭയിലുള്ള ഈ 10-36 ആളുകളെ കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് സംശയമാണ്. ഇന്നലെ ഈ പിണറായി വിജയനും VD സതീശനും തമ്മിലൊരു വാഗ്വാദം നടന്നു. സോവിയറ്റ് യൂണിയൻ കാലത്തെ യുദ്ധത്തെ പറ്റി. അപ്പോ അതുമായി ബന്ധപ്പെട്ട് CPM-കാരൊരു സാധനം പിണറായി വിജയനെ നിങ്ങൾ ആരോടാണ് മുട്ടാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്
ഒരു സാധനം എടുത്തുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് വി ഡി സതീശന്റെയും പേരിൽ നിങ്ങൾ ഇങ്ങോട്ട് മുട്ടാൻ നിൽക്കേണ്ട, ഇത് മുഴുവൻ ചരിത്രം പഠിച്ച ആളാണ്. അപ്പോ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ, സംവാദങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഇടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഏകപക്ഷീയമായി സ്റ്റാറ്റസ് ഇട്ട് ഇത് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും അത്രയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുക. കാരണം ഈ സോവിയറ്റ് യൂണിയനെ കുറിച്ച് ചരിത്രം സതീശൻ പറഞ്ഞത് കൃത്യമായി പഠിച്ചിട്ടാണ്, അത് ആ ചരിത്രം കൃത്യമായി ബോധിപ്പിച്ചാണ് പറഞ്ഞത്. ഹിറ്റ്ലറും ഒപ്പം ചേർന്നില്ലേ എന്ന് പറയുന്നത് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ തന്നെ എണീറ്റ് നിന്ന് അതിന് മറുപടി പറയുന്നത്. അതാണ് പ്രശ്നം. കാരണം ഇതിന് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ പിണറായി വിജയൻ തന്നെ മുന്നിൽ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അതാണ് ഇവിടുത്തെ. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വേറെ ആരുമില്ല, എല്ലാവരും ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. കാരണം എന്ന് പറഞ്ഞാൽ ജയിച്ചു വന്ന പല MLA-മാർക്കും പ്രതിപക്ഷത്തിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. ചിലപ്പോൾ 2ാം വട്ടമായിരിക്കാം, ചിലപ്പോൾ 3ാം വട്ടമായിരിക്കാം. പക്ഷെ അവർക്ക് ആ എക്സ്പീരിയൻസിന്റെ കുറവുണ്ട്. കാരണം 10 വർഷം നീണ്ടു നിന്ന തുടർ ഭരണത്തിന്റെ ഭാഗമായിരുന്നവരാണ് അവർ. ഈ ആക്രമണങ്ങളെ നേരിടുന്നത് എങ്ങനെയാണ്, സർക്കാരിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളതെല്ലാം ഇനി പഠിച്ചു വരികയാണ്. ആ ഭരണം കൃത്യമായി പഠിച്ച് അതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണപക്ഷം ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന മിടുക്കന്മാർ നിരവധി അപ്പുറത്തുണ്ടെന്നുള്ളത് ഈ LDF-ലെ MLA-മാർ എല്ലാ കാലവും ഓർമ്മിക്കണം.